Good morning. Today we are doing the next subdivision of past tense. That is past continuous tense. As usual, let us learn the formation first. In the case of each and every tense, at first or firstly or first of all, we are learning the formation. Here also we are doing the same technique or same method. How is the formation? Before discussing that, we can recollect the formation of present continuous tense. How is the formation of present continuous tense? Don't you remember? Subject plus am or is or are plus ing form of the verb. So in the case of the formation of past continuous tense, there is only a slight deviation from the formation of present continuous tense. That is in the case of the auxiliaries. Instead of am, is and are, we should use their past tense forms. Their past tense forms are was or were. That is the only deviation or the only difference we have here. So the formation is subject plus was or were plus present participle or ing form of the verb. Earlier I have told you that in every continuous tense, the verb will be in ing form or present participle. So this is the formation. Subject plus was or were plus ing form of the verb, or it has another name, present participle of the verb. Then what is the use or what are the main uses of past continuous tense? Use number 1. Past continuous tense is used to express or show the continuity of a past action or a past action which continued for some time or an action which continued for some time in the past. ഭൂതകാലത്തിൽ കുറേ സമയത്തേക്ക് കഴിഞ്ഞ കാലത്തിൽ കുറേ സമയത്തേക്ക് തുടർന്ന ഒരു പ്രവൃത്തിയെ കാണിക്കുന്നു. ഇന്ന് രാവിലെ മുഴുവൻ മഴ പെയ്യുകയായിരുന്നു. ഇറ്റ് സബ്ജക്റ്റ് അവിടെ ഇൻട്രൊഡക്ടറി ഇറ്റാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് വാസ് റെയിനിങ് ഓൾ ദി മോർണിംഗ്. ഞാനിന്ന് വൈകുന്നേരം മുഴുവൻ ഒരു നോവൽ വായിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ് എ നോവൽ ദി ഹോൾ ഈവനിങ്. ഇറ്റ് വാസ് റെയിനിങ് ഡ്യൂറിങ് ദി നൈറ്റ്. രാത്രിയിലുടനീളം മഴ പെയ്യുകയായിരുന്നു. ഇതെല്ലാം എന്താണ്? പാസ്റ്റ് ആക്ഷൻസ് ആണ്. കുറേ സമയം തുടർന്ന് വന്ന, കുറേ നേരത്തേക്ക് തുടർന്ന പാസ്റ്റ് ആക്ഷൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞ ഓരോന്നും. ഐ വാസ് റൈറ്റിംഗ് എ പോയം ഇൻ ദി മോർണിംഗ്. രാവിലെ ഞാനൊരു കവിത എഴുതുകയായിരുന്നു. ഇതെല്ലാം ദീസ് ആർ ആക്ഷൻസ് വിച്ച് കണ്ടിന്യൂഡ് ഫോർ സം ടൈം ഇൻ ദി പാസ്റ്റ്. So that is one of the 3 main uses of past continuous tense. Now let us discuss the other 2 uses, other most important uses of past continuous tense. The second most important use of past continuous tense is it is used to express along with another past action. Past continuous tense is used to show another past action, or in other words we can say past continuous tense serves as a background of another tense, that is simple past tense. ഒരു തരത്തിൽ പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു പ്രവൃത്തി നടന്ന, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് വരുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ആ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ അല്ലെ ഒരു പ്രവൃത്തി, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഒരു പശ്ചാത്തലം കാണിക്കാനായിട്ട് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന വാക്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ 2 ക്ലോസുകളുള്ളതായിരിക്കും. അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും. ക്ലോസുകളും ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് നമുക്ക് മറ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 2 ക്ലോസുകളാണ്. ഒരു ക്ലോസ് നമ്മൾ പഠിക്കുന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ, മറ്റേ ക്ലോസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. ഇതിലെ സിമ്പിൾ പാസ്റ്റിലെ ക്ലോസ് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഉപയോഗിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമതും ഉപയോഗിക്കാം. ബോത്ത് ആർ കറക്റ്റ്. ഈ 2 ക്ലോസുകളെയും കൂടെ യോജിപ്പിക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ അല്ലെങ്കിൽ കണക്റ്റീവ് വെൻ ആണ്.
വെൻ ആയിരിക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. വെൻ, വൈൽ, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭാര്യ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം, വീട്ടിലെത്തിയപ്പോൾ ഉള്ള പശ്ചാത്തലം എന്താണ്? ഭാര്യ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പശ്ചാത്തലം പറയുന്നതിന് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിമ്പിൾ പാസ്റ്റിലെ ആ ക്ലോസ് ആദ്യമോ രണ്ടാമതോ പറയാം. ആദ്യം പറയുകയാണെങ്കിൽ ആ കണക്റ്റീവ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നു വെൻ ഐ റീച്ച്ഡ് ഹോം യെസ്റ്റർഡേ മൈ വൈഫ് വാസ് വാച്ചിങ് ദി TV. മൈ വൈഫ് വാസ് വാച്ചിങ് ദി TV എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇറ്റ് സെർവ്സ് ആസ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ആക്ഷൻ വിച്ച് വി ആർ എക്സ്പ്രസിങ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ആക്ഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്രസ് ചെയ്ത പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രവർത്തിക്കുന്നത്. ദി മൂൺ വാസ് റൈസിങ് വെൻ ഹി വെൻ്റ് ഔട്ട്. വെൻ ഹി വെൻ്റ് ഔട്ട്, ഹി വെൻ്റ് ഔട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അത് ഈ ക്ലോസ് രണ്ടാമതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഏത് ടെൻസിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റ് കണ്ടിന്യൂസിൽ. ദി ഫസ്റ്റ് ക്ലോസ് ഈസ് ഇൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ദി വെരി ടെൻസ് വി ആർ ലേണിംഗ് നൗ. ദി മൂൺ വാസ് റൈസിങ്, ചന്ദ്രൻ ഉദിക്കുകയായിരുന്നു. വെൻ ഹി വെൻ്റ് ഔട്ട്, അവൻ പുറത്ത് പോയപ്പോൾ. വെൻ ദി പേരൻസ് റീച്ച്ഡ് ദെയർ ഹൗസ് ദി ചൈൽഡ് വാസ് പ്ലേയിങ്. അതും രണ്ട് ആക്ഷൻസ് ഉണ്ട്. നമ്മുടെ ദി ചൈൽഡ് വാസ് പ്ലേയിങ് എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട്, അവർ വീട്ടിൽ എത്തിച്ചേർന്നപ്പോൾ ഉള്ള പശ്ചാത്തലം പറയുന്നു. ദി ചൈൽഡ് വാസ് പ്ലേയിങ്. വെൻ ഐ റീച്ച്ഡ് ഹോം യെസ്റ്റർഡേ മൈ പേരൻസ് വെർ ക്വാറലിംഗ്. വെൻ ഐ സോ ദം യെസ്റ്റർഡേ ദേ വെർ ഗോയിങ് ടു തിരുവനന്തപുരം. വെൻ ഐ എൻറ്റേർഡ് ദി ഹൗസ് ഷീ വാസ് ലേണിംഗ് എ പോയം. ഷീ വാസ് ലേണിംഗ് എ പോയം എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് കണ്ടിന്യൂസിൽ അതൊരു ബാക്ക്ഗ്രൗണ്ടാണ്. സിമ്പിൾ പാസ്റ്റിൽ ആക്ഷൻ കാണിക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണത്. വെൻ ഐ റീച്ച്ഡ് ദെയർ മൈ ഫ്രണ്ട്സ് വെർ പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഇവിടെ രണ്ട് ക്ലോസുകളുണ്ട്. ഒരു ക്ലോസ് സിമ്പിൾ പാസ്റ്റ്. ആ സിമ്പിൾ പാസ്റ്റിൽ ആക്ഷൻ സംഭവിച്ച ആ പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ട് കാണിക്കാനായിട്ട് നമ്മൾ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. So a lot of sentences can be made in this way. And the third important use is for expressing two parallel actions which happened in the past. Two parallel actions which happened in the past, or two simultaneous actions which happened in the past, or the two actions which happened at the same time in the past. For expressing or showing two actions which happened at the same time. That is what is simultaneously in the past. That is what I said earlier, parallel actions. Two parallel actions in the past. ഭൂതകാലത്തിലെ രണ്ട് സമാന്തര പ്രവൃത്തികൾ, ഒരുമിച്ച് ഒരേ സമയം നടന്ന രണ്ട് സമാന്തര പ്രവൃത്തികളെ കാണിക്കാനും ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അതിൽ രണ്ട് ക്ലോസുകളുണ്ട്. ആ രണ്ട് ക്ലോസുകളിലെയും ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. കണക്റ്റീവായിട്ട് വൈലോ വെന്നോ ഒക്കെ ഉപയോഗിക്കുന്നത്. ഷീ വാസ് സിംഗിങ് എ സോങ്. അപ്പം ആ സമയത്ത് കുട്ടികൾ കൂകി വിളിക്കുകയായിരുന്നു. വൈൽ അറ്റ് ദാറ്റ് ടൈം എന്നുള്ളതിന് വൈൽ എന്ന് പറയുന്ന കൺജക്ഷൻ ഉപയോഗിക്കുന്നു. വൈൽ ദി ബോയ്സ് വെർ ഹൗളിങ്. ഷീ വാസ് സ്റ്റഡിങ് ഹെയർ ലെസൺസ് വെൻ ഹെർ ബ്രദർ വാസ് സ്ലീപ്പിംഗ്. ഐ വാസ് വാച്ചിങ് ദി TV വൈൽ മൈ പേരൻസ് വെർ ക്വാറലിംഗ്. ഷീ വാസ് ഹാവിങ് ഹെർ ഫുഡ് when I was sleeping. Raju and his friend were playing chess when their other friends were playing cricket. Here these are two parallel actions. He was drawing a picture while the child was sleeping. So these are two parallel actions in the past tense, and we have used the past continuous tense to express them. For expressing two simultaneous past actions or two parallel actions in the past, two actions which happen at the same time in the past, we have used nothing but
past continuous tense. So now let us go to the negative sentences. In which way we can make negative sentences? നമുക്കറിയാമല്ലോ എന്താ അതിനുള്ള സാധാരണ മാർഗം. ദി യൂഷ്വൽ വേ, ദി കോമൺ വേ ഈസ് ബൈ ആഡിങ് നോട്ട് ടു ദി ഓക്സിലറീസ് വാസ് ആൻഡ് വെയർ. വാസ് പ്ലസ് നോട്ട് ഈസ് ഈക്വൽ ടു വാസ് നോട്ട്. ദി ഷോർട്ടൻഡ് ഫോം ഓർ ദി അബ്രിവേറ്റഡ് ഫോം ഈസ് where plus not is equal to where not. The abbreviated form or the shortened form is weren't. And the shortened form we use usually in our conversation, our spoken English. In formal writing, we are using the full forms was not and were not. ടീച്ചർ ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. The students or the children, the students were not playing when the teacher entered the playground. When I entered the house, she was not watching the TV. ഇവിടെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലുള്ള ക്ലോസിനെ മാത്രം. നമ്മൾ പഠിക്കുന്നത് വി ആർ ലേണിംഗ് ദി നെഗറ്റീവ് സെൻറ്റൻസ് ഓഫ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതുകൊണ്ട് ഈ മറ്റേ ക്ലോസ് സിമ്പിൾ പാസ്റ്റിലുള്ള ക്ലോസ് എന്ന് പറയുന്നത് അഫർമേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും, പോസിറ്റീവ് ഐഡിയ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനെയൊന്നും നെഗറ്റീവാക്കി മാറ്റേണ്ട കാര്യമില്ല. ഡിഡിനോട് നോട്ട് ചേർത്ത് നെഗറ്റീവ് ആക്കേണ്ട കാര്യമില്ല. നമ്മൾ വി ഹാവ് ടു ചേഞ്ച് ദി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ക്ലോസ് only into negative form, negative sentence. The boys were not howling when she was singing melodiously. I was not sleeping when my sister was studying her lessons. My parents were not quarreling when I reached home yesterday. It was not raining all the morning. It was not raining during the night. I was not reading a novel all the morning. So these are the negative sentences. And you should by yourselves make a number of affirmative sentences as well as negative sentences to improve the horizon of your knowledge, to expand the horizon of your grammatical knowledge. Okay, then now let us discuss questions. As we have discussed in earlier classes, questions are of three types: yes or no questions, negative interrogative sentences, and questions with question words. At first of all we are taking into account yes or no questions. Yes, how can we make yes or no questions in past continuous tense? രണ്ട് ക്ലോസുകൾ വരുമല്ലോ, അതിനെന്താ മാർഗം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ക്ലോസിൻ്റെ ആദ്യം സാധാരണ രീതിയിൽ ആ ചോദ്യം ആദ്യം ഉപയോഗിക്കുന്നതാണ് നല്ലത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു യൂസ് ദി ക്വസ്റ്റ്യൻ അറ്റ് ദി ഓപ്പണിംഗ് ഓഫ് ദി സെൻറ്റൻസ്. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ at the opening of the sentence or at the beginning of the sentence or at the opening of the clause which expresses past continuous tense, we should use either was or were. ഒന്നുകിൽ was അല്ലെങ്കിൽ were ഉപയോഗിക്കണം. What are the conditions in which we can use was or were? When the subject is in singular. ഇനി വരാൻ പോകുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ was ഉപയോഗിക്കുന്നു. If the subject is in plural we use were. ഇനി വരാൻ പോകുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ were ഉപയോഗിക്കുന്നു. അപ്പോൾ വാസോ വേറോ ആദ്യം, അത് കഴിഞ്ഞാൽ എന്താ വേണ്ടത്? സബ്ജക്റ്റ്, പിന്നെ ING ഫോം ദി വെബ്. ഇനി അത് കഴിഞ്ഞിട്ട് സിമ്പിൾ പാസ്റ്റിലെ ആ ക്ലോസ്, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് ക്ലോസ് പാസ്റ്റ് കണ്ടിന്യൂസിൽ തന്നെ ഒരു ക്ലോസ് ആണെങ്കിൽ അത്. ലെറ്റ് us see some examples. നിങ്ങൾ ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ നിങ്ങളുടെ ഭാര്യ TV കാണുകയായിരുന്നു. അപ്പോൾ അത് ചോദ്യം ആദ്യം ചോദിക്കുമ്പോൾ സോ ദാറ്റ് ഈസ് മോർ എഫക്റ്റീവ്. ആ ചോദ്യമുള്ള ആ ക്ലോസ്, അതായത് നമ്മുടെ പാസ്റ്റ് കണ്ടിന്യൂസ് ക്ലോസ് ആദ്യം ഉപയോഗിക്കുമ്പം യുവർ വൈഫ് സിംഗുലർ ആണല്ലോ. വാസ് യുവർ വൈഫ് വാച്ചിങ് ദി TV. ഇനി സിമ്പിൾ പാസ്റ്റിലെ ക്ലോസ് അതുപോലെ ഇൻ ദി സെയിം വേ വി ഷുഡ് യൂസ് ദി ക്ലോസ് ഇൻ സിമ്പിൾ പാസ്റ്റൻസ്. സിമ്പിൾ പാസ്റ്റിലെ ക്ലോസ് അതുപോലെ ഉപയോഗിച്ചാൽ മതി. വൺസ് അഗൻ, was your wife watching the TV when you reached home yesterday?
Where are the children playing when they entered the house? Was your teacher teaching English grammar when you reached school yesterday or when you reached college yesterday? Were the boys howling while she was singing a song? Were the boys making noise when the teacher was teaching? അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടികൾ ബഹളം ഉണ്ടാക്കുകയായിരുന്നു. Were your parents quarreling when you reached home yesterday? Was the moon rising up when he went out yesterday? So these are the ways by which we can make yes or no questions or verbal questions in accordance with the past continuous tense. Now let us see the negative interrogative sentences or the yes or no questions which we use for emphasis, which we use for getting an affirmative reply. അനുകൂലമായ ഒരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എംഫസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? അതിനെന്താ മാർഗം? We use at the beginning of the sentence the contracted form or the shortened form of was plus not or were plus not. The shortened form of was plus not is equal to wasn't. The shortened form of were plus not is equal to weren't. Weren't the boys howling while the teacher was teaching English lessons? Weren't your parents quarreling when you reached home yesterday? Weren't the children playing when he entered the playground? Wasn't your father scolding you when your friend reached your home yesterday? So these are the ways by which we can make a negative interrogative sentence. Weren't the boys howling while she was singing a song? ഇവിടെ രണ്ട് ക്ലാസ്സുകളും പാസ്റ്റ് കണ്ടിന്യൂസിലാണ് നമ്മൾ ചോദ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോസ് we turned it into negative interrogative. Now let us see the remaining question type. The remaining question type is the questions or the interrogative sentence made with the help of question words. How is the formation? At the opening of the sentence or at the very outset of the sentence, a proper or an apt question word must be used. Soon after the question word or just after the question word, the auxiliary is was or were is used. Question word plus was or were. Then comes the subject. Soon after the subject, the verb is used. As I told you earlier, the verb in every continuous tense is every progressive tense is in present participle or ing form. Here also there is no exception. The same type of verb is used. So the formation is question word plus was or were plus subject plus ing form of the verb. നിങ്ങൾ ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ അവൾ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ്, ചോദ്യം ആദ്യം, അതാണ് അതിൻ്റെ ഒരു നല്ല ഭംഗി. അപ്പോൾ അവൾ എന്ത് ചെയ്യുകയായിരുന്നു, അത് നമ്മൾ ആ ക്ലോസ് പാസ്റ്റ് കണ്ടിന്യൂസിലെ ക്ലോസ് ചോദ്യ രൂപത്തിൽ ആദ്യം ചോദിക്കണം. എന്നിട്ട് ആ സിമ്പിൾ പാസ്റ്റൻസിലെ ക്ലോസോടെ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്കും വി ആർ ഗെറ്റിംഗ് ദി സെൻറ്റൻസ്. അവൾ എന്ത് ചെയ്യുകയായിരുന്നു? വാട്ട്, ഷീ സിംഗുലർ ആയതുകൊണ്ട് വാട്ട് വാസ് ഷീ ഡൂയിങ് വെൻ യു റീച്ച്ഡ് ഹോം യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ അവരെ കണ്ടപ്പോൾ അവർ എവിടെ പോവുകയായിരുന്നു? ചോദ്യം ആദ്യം. വേർ വേർ ദേ ഗോയിങ് വെൻ യു സോ ദം യെസ്റ്റർഡേ? വാട്ട് വാസ് ദി ചൈൽഡ് ഡൂയിങ് വെൻ യു എൻറ്റേർഡ് ഹോം യെസ്റ്റർഡേ? വിച്ചിന് ഓബ്ജക്റ്റോട് വേണമല്ലോ. വിച്ച് ലെസൺ വേർ യു ലേണിംഗ് വൈൽ യുവർ സിസ്റ്റർ വാസ് സ്ലീപ്പിംഗ്? വിച്ച് നോവൽ വേർ യു റീഡിംഗ് ഓൾ ദി മോർണിംഗ്?
Continuity of past action. Which novel were you reading all the morning? Which movie were you watching when I entered your house or when I reached your house yesterday? Which movie were you watching when I reached your house yesterday? Why was the child crying when I saw it yesterday? ചൈൽഡ് വരുമ്പോൾ സാധാരണ വരുന്ന പ്രോനൗൺ ഏതാ ഇറ്റാണല്ലോ. ഈ ഹാവ് സ്റ്റഡീഡ് ഇറ്റ് ഏർലിയർ, much earlier. So these are the ways by which we can make questions with question words. So the proper learning of each and every tense means learning all the sections, and using a lot of examples and applying these tenses in our day-to-day conversation and day-to-day practice. We are improving our standard in English. That is the only way by which we can master English language. Okay, tomorrow we are meeting with the next tense. Goodbye.